നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ സീരീസ് ആയിട്ടുള്ള വിഴിഞ്ഞത്തെ പറ്റിയിട്ടാണ്. വിഴിഞ്ഞത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. വിഴിഞ്ഞം നമുക്കെല്ലാം അറിയാം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോർട്ടായിട്ട് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന ഒരു അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ളൊരു പോർട്ടാണ്. ഇവിടെ ഇപ്പോൾ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും തന്നെ അറിയാം. അതുപോലെ തന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വളരെയധികം ചർച്ചാ വിഷയമായി കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിലേക്കുള്ള റോഡ് നെറ്റ്വർക്ക്, അതുപോലെ തന്നെ റെയിൽ നെറ്റ്വർക്ക്, ഇതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളുമായിട്ടായിരിക്കും നിങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പറയുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ട്രയൽ റൺ നടക്കുകയാണ്. ഈ ട്രയൽ റൺ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് ലോക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഏകദേശം 17ഓളം കപ്പലുകളാണ് ഇതിനോടകം ഇവിടെ വന്ന് നമ്മുടെ ഈ പോർട്ട് യൂസ് ചെയ്ത് പോയത്. വളരെ മികച്ച രീതിയിലുള്ള പ്രൈസിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച കപ്പൽ കമ്പനിയായ MSCയുടെ ഒരു ഫോക്കസ് പോർട്ട് കൂടിയാണിത്. ചിലപ്പോൾ അവർ ഉടൻ തന്നെ ഇവിടെ ഒരു ഓഫീസൊക്കെ തുറന്നു എന്നും വരാം. അതുപോലെ തന്നെ അദാനി മെയിൻലി അസോസിയേറ്റഡ് ആയിരിക്കുന്നതും MSCയുമായിട്ടാണ്. അപ്പോൾ MSCയുടെ പല ലോക പ്രശസ്ത കപ്പലുകളും ഇവിടെ നങ്കൂരമിട്ട് കഴിഞ്ഞു. ഏകദേശം 17ഓളം കപ്പലുകളാണ് വിവിധ കമ്പനികളുടെ ഇവിടെ വന്നു പോയത്. ഇനിയും 7ഓളം കപ്പലുകൾ വെയിറ്റിംഗ് ആണ് നമ്മുടെ ഈ ഒരു മികച്ച രീതിയിലുള്ള പോർട്ടിലേക്ക് വരുവാനായിട്ട്. അങ്ങനെ വളരെ ലോകപ്രശസ്തമായ ഒരു പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ഈ പറയുന്ന പോർട്ട് എന്ന് പറയുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തലവര തന്നെ മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എക്കോണമിക്കലി ആയിരുന്നാലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് രൂപത്തിലായിരുന്നാലും ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ വളരെയധികം ഉതകുന്ന ഒരു പോർട്ടായിട്ട് ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇതിൻ്റെ കമ്മീഷൻ ഡേറ്റുമായി ബന്ധപ്പെട്ട പല സ്പെക്കുലേഷൻസും വരുന്നുണ്ട്. ഒക്ടോബർ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ നവംബർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പോർട്ട് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് ട്രയൽ റൺ സമയത്ത് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. ഇപ്പം നമ്മളൊരു ആപ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ വളരെ അനുയോജ്യമായ ഡേറ്റ് ഏതാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ കേരളപ്പിറവി ദിവസം തന്നെയാണ്. നവംബർ 1-ാം തീയതി കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സമ്മാനമായിട്ട് ഈ ഒരു പോർട്ട് സമർപ്പിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതാരെങ്കിലുമൊക്കെ അധികാരികൾ കേൾക്കുന്നുണ്ടെങ്കിലും അവരും ആ ഡേറ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മികച്ചതായിരിക്കും. അത് ഒരു വൻ സമ്മാനമായിരിക്കും. അത് കേരളം നമ്മുടെ ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം കൂടിയായിരിക്കും ഈ പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ ട്രയൽ റണ്ണിൽ തന്നെ ഒന്നിൽ കൂടുതൽ കപ്പലുകളൊക്കെ ഒരേ സമയത്ത് അവിടെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ വളരെ ഏറെ പ്രത്യേകതകൾ ഈ ഒരു പോർട്ടിനുണ്ട്. ലോകം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇനി നമുക്ക് വിഴിഞ്ഞത്തിന് അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിന് അനുബന്ധമായിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്? ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് റെയിൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ റോഡ് കണക്ടിവിറ്റി തന്നെയാണ്. റോഡ് കണക്ടിവിറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് റെയിൽ കണക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാം. റെയിൽ കണക്ടിവിറ്റി ഇപ്പോൾ ഏകദേശം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. അടുത്ത വർഷം ആദ്യത്തോടു കൂടി തന്നെ അതിൻ്റെ നിർമ്മാണ നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊങ്കൺ റെയിൽവേ ആണ് ഈ പറയുന്ന ഒരു റെയിൽവേ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലമേറ്റെടുപ്പെല്ലാം മതി. കാരണം ഇത് മുഴുവനായിട്ടും അണ്ടർഗ്രൗണ്ടിലാണ്. ഏകദേശമാണെന്നാണ്, കുറച്ച് ഭാഗം പുറത്തുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ റെയിൽവേ തുരങ്കപാതയായിട്ട് ഇത് മാറുമെന്നുമാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു സിംഗിൾ ലൈൻ ആയിരിക്കും. ഇത് നമ്മുടെ ബാലരാമപുരത്ത് വെച്ച് 2 സൈഡിലേക്കായിരിക്കും തിരിയുന്നത്. ഒന്ന് ബാലരാമപുരം ഭാഗത്തേക്കും ഒന്ന് നേമം ഭാഗത്തേക്കും. നേമം സ്റ്റേഷനൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിലേക്കുള്ള നടപടികളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഈ വിഴിഞ്ഞം പോർട്ട് കണ്ടിട്ട് തന്നെയാണ്. അതൊരു ടെർമിനൽ സ്റ്റേഷൻ ആവുമോ അല്ലെങ്കിൽ അത് മോർ ഓവർ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഒരു ഗുഡ്സ് ഹാൻഡ്ലിംഗ് റെയിൽവേ സ്റ്റേഷൻ ആവുന്ന കാര്യമൊക്കെ നമുക്ക് ഭാവിയിൽ കണ്ടറിയണം. എന്നിരുന്നാലും നേമം സ്റ്റേഷൻ, അതായത് ഇപ്പോഴത്തെ ട്രിവാൻഡ്രം സൗത്ത്, അറിയാത്തവർക്ക് പറയുവാണ്, നമ്മുടെ സ്റ്റേഷൻ്റെ എല്ലാം പേരുകൾ മാറിക്കഴിഞ്ഞു. ഇതിനി പ്രാവർത്തികമാകാൻ കുറച്ച് സമയമെടുക്കും. കാരണം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തത്വത്തിൽ എല്ലാം ആയിക്കഴിഞ്ഞു. കൊച്ചുവേളി ട്രിവാൻഡ്രം നോർത്തെന്നും നേമം ട്രിവാൻഡ്രം സൗത്തെന്നും അറിയപ്പെടുന്നു. പക്ഷേ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ റെയിൽവേയുടെ ഇടയിൽ പറയുവാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ആസ് എ ബ്രാൻഡിങ് നമ്മുടെ പോർട്ടിൽ പലപ്പോഴും വരാറില്ല. എന്തോ തിരുവനന്തപുരത്തിനോട് ഒരു അവഗണന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്.
പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളും ആ നാടിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൻ സ്ഥലത്തിൻ്റെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊച്ചി എടുത്തു കഴിഞ്ഞാൽ ഈവൻ നെടുമ്പാശ്ശേരിയിലിരിക്കുന്ന കൊച്ചി വിമാനത്താവളം പോലും കൊച്ചി എന്ന ബ്രാൻഡിലാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ട്രിവാൻഡ്രം എന്ന ബ്രാൻഡ് പലപ്പോഴും ഒമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് അറിയില്ല. നിങ്ങളും അതേപ്പറ്റി കമൻറ്റ് ചെയ്യുക. ഇനി റെയിൽവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർഗ്രൗണ്ട് റെയിൽവേ നെറ്റ്വർക്കാണ് ഇവിടെ പണിയാനായിട്ട് പോകുന്നത്. കൊങ്കൺ റെയിൽവേ ആണ്. ഏകദേശം 42 മാസം കൊണ്ടാണ് ഇത് കംപ്ലീഷനായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ 65% മണ്ണായതുകൊണ്ട് തന്നെ നമുക്കത് കോൺക്രീറ്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പഠനം അനുസരിച്ച് ഏകദേശം 33 മരങ്ങൾ നമുക്ക് മുറിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സാംസ്കാരികമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആലയങ്ങൾ പോലെയുള്ളവയൊന്നും ഇതുമായി ബന്ധപ്പെട്ട് മാറ്റേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പോൾ അതെല്ലാം ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്ലസ് പോയിൻ്റ് തന്നെയാണ്. നമുക്ക് ഈ സിംഗിൾ ലൈൻ എന്നുള്ളത് കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിച്ച് ഡബിൾ ലൈൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. കാരണം നമ്മൾ കേരളത്തിലെ പല പ്രോജക്റ്റുകളും മിനിമലിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്, മാക്സിമൈസ് ചെയ്ത് ചിന്തിക്കാറില്ല. നമുക്കിനി ഒരു 25 വർഷം കഴിഞ്ഞ് ഇത് ഒതകാത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യത്തില്ല. നമുക്ക് ഇപ്പോഴെന്താണ് ആ ലിമിറ്റേഷൻ വെച്ച് ചെയ്യുക. അത് നമ്മളെ റോഡ് പണിയുന്നതിലും കാണുക. 60 മീറ്റർ റോഡ് പറയുമ്പോൾ 30 മീറ്റർ റോഡ് പണി. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്കിതെല്ലാം കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ മികച്ച രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളെ റൈറ്റ് നെറ്റ്വർക്ക് ഉടനെ യാഥാർത്ഥ്യമാവുമെന്ന് പ്രതീക്ഷിക്കും. ഉടനെ എന്ന് പറയുമ്പോഴത്തേക്ക് 42 മാസമാവും കേട്ടോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അത് ഇപ്പം തുടങ്ങത്തില്ല, അടുത്ത വർഷമേ തുടങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ റോഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കണക്ടിവിറ്റി. കാരണം റോഡ് മാർഗ്ഗം നമുക്ക് കണ്ടെയ്നേഴ്സ് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കണം. റെയിൽ മാർഗ്ഗം പറ്റും, ഇപ്പോൾ കടൽ മാർഗ്ഗം മാത്രമേ നടത്തുന്നുള്ളൂ. എന്നിരുന്നാലും വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ ഈ പോർട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വിഷയവുമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ്.